ഹായ് എവ്രി വൺ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 3-ഫേസ് പവർ, ഒരു സിംഗിൾ വാട്ട് മീറ്ററും അതുപോലെ 2 വാട്ട് മീറ്ററും. ഒരു വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു 3-ഫേസ് പവർ എങ്ങനെ മെഷർ ചെയ്യാം, അതുപോലെ 2 വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ടും 3-ഫേസ് പവർ എങ്ങനെ മെഷർ ചെയ്യാം എന്ന് നോക്കാം. First one, measurement of power. The number of watt meters used to obtain power in a 3-phase system, it depends upon whether the load is balanced or not, and whether the neutral point is there. If there is one, is accessible. അപ്പോൾ നമ്മൾ പവർ 3-ഫേസ് സിസ്റ്റത്തിൻ്റെ പവർ മെഷർ ചെയ്യുകയാണെങ്കിൽ അവിടെ എത്ര വാട്ട് മീറ്റർ ഉപയോഗിക്കണം എന്നുള്ളത് ആ സിസ്റ്റം ബാലൻസ്ഡ് ആണോ അല്ലയോ, ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ലോഡ് ബാലൻസ്ഡ് ആണോ അല്ലയോ, അതിൻ്റെ ന്യൂട്രൽ പോയിൻ്റ്, അങ്ങനെ ഒരു ന്യൂട്രൽ പോയിൻ്റ് അവൈലബിൾ ആണെങ്കിൽ ആ ന്യൂട്രൽ പോയിൻ്റ് നമുക്ക് ആക്സസിബിൾ ആവുന്ന രീതിയിൽ അതിൽ നിന്നും കണക്ഷൻ എടുക്കാവുന്ന രീതിയിലേക്കും ആക്സസിബിൾ ആണോ എന്ന് നോക്കിയിട്ടാണ് എത്ര വാട്ട് മീറ്റർ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യണം പവർ മെഷർ ചെയ്യാനായിട്ട് എന്ന് നോക്കുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ എ സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് ലോഡ് വിത്ത് ന്യൂട്രൽ പോയിൻ്റ് ഈസ് പോസിബിൾ ബൈ എ സിംഗിൾ വാട്ട് മീറ്റർ. അപ്പോൾ നമ്മളൊരു സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് ലോഡിൻ്റെ പവറാണ് മെഷർ ചെയ്യണത്. അതിന് ന്യൂട്രൽ അവൈലബിൾ ആണ്, സ്റ്റാർ കണക്റ്റഡ് ബാലൻസ്ഡ് ലോഡാണ്, ന്യൂട്രൽ പോയിൻ്റ് പോസിബിളും ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ന്യൂട്രൽ പോയിൻ്റോട് കൂടിയിട്ടാണ് അത് അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ നമുക്കൊരു സിംഗിൾ വാട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പവർ മെഷർ ചെയ്യാവുന്നതാണ്. ഇനി മെഷർമെൻറ്റ് ഓഫ് എ പവർ ഇൻ എ സ്റ്റാർ ഓർ ഡെൽറ്റ കണക്റ്റഡ് ലോഡ്, ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ് ലോഡ് വിത്ത് ഓർ വിത്തൗട്ട് ന്യൂട്രൽ ഈസ് പോസിബിൾ വിത്ത് 2 വാട്ട് മീറ്റർ മെത്തേഡ്. ഇനി നമ്മളൊരു സ്റ്റാറോ അല്ലെങ്കിൽ ഡെൽറ്റ കണക്റ്റഡ്, ബാലൻസ്ഡ് ആവാം അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആവാം, ന്യൂട്രൽ ഉണ്ടാവാം ന്യൂട്രൽ ഇല്ലാതിരിക്കാം, ഏത് കണ്ടീഷനാണെങ്കിലും 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. സോ നമുക്കറിയാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർ കണക്റ്റഡ് ലോഡ് ന്യൂട്രൽ പോയിൻ്റോട് കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരൊറ്റ വാട്ട് മീറ്റർ കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഏത് രീതിയിലായാലും ബാലൻസ്ഡ് ആയാലും അല്ലെങ്കിലും സ്റ്റാർ ആയാലും ഡെൽറ്റ ആയാലും ന്യൂട്രൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഏത് രീതിയിലാണെങ്കിലും 2 വാട്ട് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്, സിംഗിൾ വാട്ട് മീറ്റർ മെത്തേഡ്. ദ കറണ്ട് കോയിൽ ഓഫ് ദ വാട്ട് മീറ്റർ ബീയിങ് കണക്റ്റഡ് ടു 1 ലൈൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ കറണ്ട് കോയിൽ, വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ കണക്ട് ചെയ്യാം. വോൾട്ടേജ് കോയിൽ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദാറ്റ് ലൈൻ ആൻഡ് ദ ന്യൂട്രൽ പോയിന്റ്. നമ്മൾ ഏത് പോയിന്റിലേക്കാണോ കറണ്ട് കോയിൽ ഏത് ലൈനിലാണോ കണക്ട് ചെയ്തത് അതേ ലൈനിനും ന്യൂട്രൽ പോയിന്റിനും അക്രോസ് ആയിട്ട് വോൾട്ടേജ് കോയിലും കണക്ട് ചെയ്യാം. ദെൻ വാട്ട് മീറ്റർ റീഡിംഗ് ഗിവ്സ് ദ പവർ ഫേസ്, പവർ പെർ ഫേസ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫേസിൽ ആ വാട്ട് മീറ്ററിൽ അപ്പോൾ കാണുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫേസിൻ്റെ പവർ റീഡിംഗ് ആയിരിക്കും. അതിനെ 3 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കറിയാം EP/IP cos φ ആണ്, സോറി അവിടെ കോസിൻ്റെ കൂടെ 5 കൂടെ ഉണ്ട്, EP/IP cos φ ആണ് ഒരു സിംഗിൾ ഫേസിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തായിരുന്നു 3-ഫേസ് പവറിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, 3 ഇൻറ്റു E ഫേസ് I ഫേസ് cos φ ഓർ √3 ഇൻറ്റു EL/IL cos φ. അപ്പോൾ ഇവിടെ നമുക്ക് ഫേസ് വോൾട്ടേജ്, ഫേസ് പവർ, ഒരു സിംഗിൾ പവർ നമുക്ക് ഒരു വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് കിട്ടുമെങ്കിൽ അതിന് 3 ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പവർ നമുക്ക് കിട്ടുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു സിംഗിൾ പവർ മെഷർമെൻറ്റ്, നമുക്ക് കിട്ടിയ പവർ മെഷർമെൻറ്റ് ഇൻറ്റു 3, അതായത് 3 ഇൻറ്റു W. അത്രയുമാണ് അതിൻ്റെ വാട്ട്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇത് തന്നെ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക? This method is not, however, used in the 4-wire systems because the current may flow in the 4th wire. If the load is unbalanced and the assumption that IU plus IV plus IW equal to 0 will not be valid. അതായത് ഈ കേസ് നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡ് നമ്മൾ സാധാരണ 4-വയർ സിസ്റ്റത്തിനകത്ത് ഉപയോഗിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4ാമത്തെ വയറിലൂടെ അൺബാലൻസ്ഡ് ലോഡ്, അൺബാലൻസ്ഡ് ആയിട്ടുള്ള കേസാണ് എന്നുണ്ടെങ്കിൽ 4ാമത്തെ വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദ അസംഷൻ ദാറ്റ് IU IV W ഈക്വൽ ടു 0, നമ്മൾ ബാലൻസ്ഡ് ലോഡാണ് എന്നുണ്ടെങ്കിലും 3 ലൈനിലെയും കൂടെ കറണ്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ 0 കിട്ടണം. പക്ഷെ അത് അൺബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, നമുക്കത് 0 കിട്ടില്ല. കാരണം ആ ബാക്കി വരുന്ന കറണ്ട് ഏതിലൂടെ പോവും, ആ 4th വയറിലൂടെ ട്രാവൽ ചെയ്യും. അപ്പോൾ അത് ഈ കേസിൽ വാലിഡ് ആവില്ല. അത് വാലിഡ് ആവാത്തത് കൊണ്ട് നമുക്ക് 2 വാട്ട് മീറ്റർ മെത്തേഡ് 4-വയർ സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 2 വാട്ട് മീറ്റേഴ്സ് കണക്റ്റഡ് ടു ദ സപ്ലൈ സിസ്റ്റം. 2 സപ്ലൈ സിസ്റ്റത്തിലേക്ക് നമ്മൾ 2 വാട്ട് മീറ്റർ കണക്ട് ചെയ്യുക. ദ കറണ്ട് കോയിൽ ഓഫ് ദ 2 വാട്ട് മീറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ 2 ഓഫ് ദ ലൈൻസ് ആൻഡ് ദ വോൾട്ടേജ് കോയിൽ ആർ കണക്റ്റഡ് ഫ്രം ദ സെയിം 2 ലൈൻസ് ടു ദ 3rd ലൈൻ. ഇതിലെങ്ങനെയാണ് കണക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 2 ലൈന് സെലക്ട് ചെയ്തിട്ട് ആ 2 ലൈനിൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്യാം.
രണ്ട് ലൈനിൽ കറണ്ട് കോയിൽ കണക്ട് ചെയ്തിട്ട് ഇനി വോൾട്ടേജ് കോയിലാണെന്നുണ്ടെങ്കിൽ 2 വാട്ട് മീറ്റർ ഉണ്ട്. സോ 2 വാട്ട് മീറ്ററിൻ്റെ ഒരു വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ ഒരു ലൈനിലും മറ്റേ വാട്ട് മീറ്ററിൻ്റെ കറണ്ട് കോയിൽ വേറെ ലൈനിലുമായിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ഈ 2 വാട്ട് മീറ്ററിൻ്റെയും പ്രഷർ കോയിലിന് നമ്മൾ കണക്ട് ചെയ്ത് ലൈനിനും മൂന്നാമതായിട്ടുള്ള ലൈന് നമ്മൾ കറണ്ട് കോയിൽ അല്ലെങ്കിൽ വാട്ട് മീറ്റർ കണക്ട് ചെയ്യാത്ത മൂന്നാമതായിട്ടുള്ള ലൈനിനെ കോമൺ പോയിൻ്റ് ആക്കിയിട്ട് 2 വാട്ട് മീറ്ററിൻ്റെയും പ്രഷർ കോയിൽ മൂന്നാമത്തെ ലൈനിനും ലൈനിനും കൂടെ എക്രോസ് ആയിട്ട് കണക്ട് ചെയ്യാം. എന്ത് ടോട്ടൽ പവർ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പവർ എന്തായിരിക്കും? 2 പവറും കൂടെ ആഡ് ചെയ്താൽ മതി. 2 വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പവർ അറ്റൈൻ ചെയ്യുന്നതായിരിക്കും. അതായത് പി ടോട്ടൽ ഈക്വൽ ടു P1 + P2 എന്ന് കിട്ടും. ഇനി യൂണിറ്റി പവർ ഫാക്ടറിലാണെങ്കിൽ ദ റീഡിങ്സ് ഓഫ് ദ 2 വാട്ട് മീറ്റർ വിൽ ബി ഈക്വൽ. ദാറ്റ് ഈസ് ദ ടോട്ടൽ പവർ ഈക്വൽ ടു 2 × 1 വാട്ട് മീറ്റർ റീഡിങ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ യൂണിറ്റി പവർ ഫാക്ടർ ഇവിടെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ കോസ് 5 = 1 ആണ് എന്നുണ്ടെങ്കിൽ 2 വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും സെയിം ആയിരിക്കും. അങ്ങനെ 2 വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും സെയിം ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2 × 1 വാട്ട് മീറ്റർ റീഡിങ് തന്നിട്ടും നമുക്ക് സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ആ ക്വസ്റ്റ്യനകത്ത് 2 വാട്ട് മീറ്റർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതിനകത്ത് യൂണിറ്റി പവർ ഫാക്ടർ ആണ് അവിടെയുള്ള സപ്ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വാട്ട് മീറ്റർ അതിൻ്റെ ടോട്ടൽ പവർ കണ്ടുപിടിക്കാം? 2 × ഏതെങ്കിലും ഒരു വാട്ട് മീറ്ററിൻ്റെ റീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ടോട്ടൽ പവർ കിട്ടും. ഇനി അതല്ല, ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കുകയാണ്. ഒരു സപ്ലൈ സിസ്റ്റം 3 ഫേസ് സിസ്റ്റം തന്നിട്ടുണ്ട്. ആ 3 ഫേസ് സിസ്റ്റത്തിൽ നമ്മളൊരു 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പവർ കണ്ടുപിടിക്കുകയാണ്. 2 ലൈനിലായിട്ട് 2 വാട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും സെയിം ആണ് എന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ടുള്ള പവർ ഫാക്ടർ, ആ സപ്ലൈൻ്റെ പവർ ഫാക്ടർ എത്രയായിരിക്കും എന്ന ചോദ്യം വന്നാൽ അതിനെന്തായിരിക്കും ഉത്തരം? യൂണിറ്റി പവർ ഫാക്ടർ cos 5 = 1 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഫൈയുടെ വാല്യൂ എന്തായിരിക്കും? ആംഗിളിൻ്റെ വാല്യൂ 0 ആയിരിക്കും. then when the power factor is 0.5, ഇനി പവർ ഫാക്ടർ 0.5 ആണ്. അതായത് cos 5 = 0.5. One of the watt meter reading is 0 and the other reads the total power. പവർ ഫാക്ടർ 0.5 അതായത് ഹാഫ് ആണ് എന്നുണ്ടെങ്കിൽ 2 വാട്ട് മീറ്ററിൽ ഏതെങ്കിലും ഒരു വാട്ട് മീറ്ററിൻ്റെ റീഡിങ് 0യും മറ്റേ വാട്ട് മീറ്ററിലായിരിക്കും. ഫുൾ ടോട്ടൽ പവർ കാണിക്കുന്നത് മറ്റേ വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങിലായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ തിരിച്ചും വരാം. 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പവർ കണ്ടുപിടിക്കുകയാണ്. അതിൽ ഒരു വാട്ട് മീറ്ററിൻ്റെ റീഡിങ് 0 ആണ്, മറ്റേ വാട്ട് മീറ്ററിൻ്റെ റീഡിങ് ഒരു 30 വാട്ടോ അങ്ങനെ എന്തെങ്കിലും ആണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എന്ത് സൂചിപ്പിക്കും? അതിൻ്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് ഹാഫ് ആണ്, അല്ലെങ്കിൽ cos 5 = 0.5 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പവർ ഫാക്ടർ <0.5 ആണ്. 0.5നേക്കാളും പവർ ഫാക്ടർ കുറവാണ് എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു വാട്ട് മീറ്ററിൻ്റെ റീഡിങ് നെഗറ്റീവായിട്ട് കാണിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്തേക്ക് ഏതെങ്കിലും ഒരു വാട്ട് മീറ്ററിൻ്റെ റീഡിങ് നെഗറ്റീവ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ <0.5 ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. In order to read the wattmeter, reverse the pressure coil or current coil connection. Then the wattmeter will then give a positive reading, but this must be taken as the negative for calculating the total power. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് റീഡിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവാണ് കാണിക്കുന്നത്, പക്ഷെ നമുക്ക് റീഡിംഗ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു പ്രഷർ കോയിലോ കറണ്ട് കോയിലിനെയോ തിരിച്ച് കണക്ട് ചെയ്യുക, അത് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. പ്രഷർ കോയിലിനെയോ കറണ്ട് കോയിലിനെയോ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏത് വാട്ട് മീറ്ററിലാണോ നെഗറ്റീവ് റീഡിങ് കാണിക്കുന്നത് ആ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിലോ കറണ്ട് കോയിലോ ഏതെങ്കിലും ഒന്നിനെ റിവേഴ്സ് ചെയ്താൽ മതി. രണ്ടും കൂടി ഒരുമിച്ച് റിവേഴ്സ് ചെയ്യേണ്ട. ഏതെങ്കിലും ഒരു കോയിലിന് നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും, കറക്റ്റ് വാല്യൂ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിന് ടോട്ടൽ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് P1 + P2 എന്ന് കൊടുക്കാതെ P1 - P2, അതായത് P2 നെഗറ്റീവ് ആണെങ്കിൽ P1 - P2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ടോട്ടൽ പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മെഷറിങ് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളതിൻ്റെ റിവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തേക്ക് വാട്ട് മീറ്ററിൻ്റെ റീഡിങ് നെഗറ്റീവായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. When the power factor is 0, the readings of the 2 watt meters are equal but of opposite signs. ഇനി 2 വാട്ട് മീറ്റർ റീഡിങ്ങും സെയിം ആണ് എന്ന് പറഞ്ഞു. പവർ ഫാക്ടർ 0 ആവുന്ന കേസിൽ 2 വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും സെയിം ആണ് എന്ന് പറഞ്ഞു. പക്ഷെ സെയിം ആണെങ്കിലും രണ്ടിനും എന്തായിരിക്കും? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ഇനി പവർ ഫാക്ടർ കാൽക്കുലേഷൻ്റെ 2 വാട്ട് മീറ്റർ ഓഫ് മെഷറിംഗ് പവർ. 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ പവർ മെഷർ ചെയ്യാൻ വേണ്ടി പവർ ഫാക്ടർ കാൽക്കുലേഷൻ എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം.
ഫ്രം ദ റീഡിങ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ 2 വാട്ട് മീറ്റേഴ്സ് രണ്ട് വാട്ട് മീറ്ററിൽ നിന്ന് നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ടാൻ ഫൈ കണ്ടുപിടിക്കണം ആദ്യം. ടാൻ ഫൈ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഫൈയുടെ ഇക്വേഷൻ എന്താണ്, √3 ഇൻറ്റു P1 മൈനസ് P2 ബൈ P1 പ്ലസ് P2. P1 മൈനസ് P2, P1 എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ട് മീറ്ററിൻ്റെ മെഷർമെൻറ്റ്, P2 എന്ന് പറയുന്നത് രണ്ടാമത്തെ വാട്ട് മീറ്ററിൻ്റെ മെഷർമെൻറ്റ്. W1 ഉം W2 ആണ് രണ്ട് വാല്യൂ കിട്ടിയത് എന്ന് വിചാരിക്കാം. അപ്പോൾ √3 ഇൻറ്റു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ P1 പ്ലസ് P2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടാൻ ഫൈ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ടാൻ ഇൻവേഴ്സ് ഓഫ് ആ കിട്ടിയ വാല്യൂവിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഫൈൻ്റെ വാല്യൂ കിട്ടും. ഫൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൂടി കോസ് ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടില്ലേ, പവർ ഫാക്ടറിൻ്റെ വാല്യൂ. അങ്ങനെയാണ് നമ്മൾ 2 വാട്ട് മീറ്റർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുക. ഓർത്ത് വയ്ക്കുക, ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ടാൻ ഫൈ ഈക്വൽ ടു √3 ഇൻറ്റു P1 മൈനസ് P2 ഡിവൈഡ് ബൈ P1 പ്ലസ് P2. രണ്ട് വാട്ട് മീറ്ററിൻ്റെ റീഡിങ്ങും സെപ്പറേറ്റ് ആയിട്ട് ആ P1നും P2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഫൈയുടെ വാല്യൂ കിട്ടും. എന്നിട്ട് ഇതിൽ നിന്നും ടാൻ ഇൻവേഴ്സ് ഓഫ് കിട്ടിയ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ്റെ വാല്യൂ കിട്ടും. കോസ് ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 വാട്ട് മീറ്ററാണ് നമ്മൾ ഈ പവർ ഇൻപുട്ട് മെഷർ ചെയ്യാനായിട്ട് ബാലൻസ്ഡ് 3 ഫേസ് സർക്യൂട്ടിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു സർക്യൂട്ടിൽ ഒരു വാട്ട് മീറ്ററിൻ്റെ റീഡിങ് 4.5 കിലോ വാട്ടും അതേപോലെ മറ്റേതിൻ്റെ റീഡിങ് 3 കിലോ വാട്ടും റെസ്പെക്റ്റീവ്, രണ്ടും അങ്ങനെയാണ് വന്നിട്ടുള്ളതെങ്കിലും പവർ ഫാക്ടർ എങ്ങനെ മെഷർ ചെയ്യും, ടാൻ ഫൈ ആദ്യം കണ്ടുപിടിക്കുക. √3 ഇൻറ്റു P1 മൈനസ് P2 ബൈ P1 പ്ലസ് P2. P1ന് 4.5 കിലോ വാട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, P2ന് 3 കിലോ വാട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ നമുക്ക് 7.5 കിലോ വാട്ട്, അതായത് P1 പ്ലസ് P2 എന്ന് പറയുന്നത് 7.5 കിലോ വാട്ടും P1 മൈനസ് P2 എന്ന് പറയുന്നത് 1.5 കിലോ വാട്ടും കിട്ടും. ടാൻ ഫൈൻ്റെ വാല്യൂ എന്തായിരിക്കും, √3 ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 7.5 ചെയ്ത് കഴിഞ്ഞാൽ √3 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3464 എന്ന് പറയും. അപ്പോൾ 0.3464ന് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.3464 ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ്, സപ്ലൈ വോൾട്ടേജിനും സപ്ലൈ കറണ്ടിനും ഇടയ്ക്കുള്ള ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് 19 ഡിഗ്രി ആണ് എന്ന് കിട്ടും. 19.6 ആണ് എന്ന് കിട്ടും. ദെൻ പവർ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം, കോസ് ഓഫ് 19.6, കോസ് ഓഫ് 19 ഡിഗ്രി ചെയ്ത് കഴിഞ്ഞാൽ 0.95 ആണ് അതിൻ്റെ പവർ ഫാക്ടർ. ആ സപ്ലൈ സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ 0.95 ആണ് എന്ന് കിട്ടും.